ആക്രമിച്ച കേസിൽ അക്രമികളുടെ സഞ്ചാരപാതയിൽ ദിലീപിന്റെ ഡ്രൈവറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച് പോലീസ്. അക്രമം നടക്കുമ്പോൾ പൾസർ സുനിയും ഡ്രൈവർ അപ്പുണ്ണിയും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നത് അന്വേഷണ സംഘത്തിന്റെ നിർണായക കണ്ടെത്തലായി. ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് വൈരാഗ്യമുണ്ടായിരുന്നു എന്ന മഞ്ജു വാര്യരുടെ മൊഴിയും കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായി. ദിലീപും കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ബാലചന്ദ്രകുമാറിന്റെ മൊഴിയും കേസിൽ നിർണായകമാണ്. കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു നടിയോട് പ്രതികളുടെ ക്രൂരത. ഭീഷണിപ്പെടുത്തിയായിരുന്നു നടിയോടുള്ള പ്രതികളുടെ ക്രൂരത. വിശദാംശങ്ങളുമായി റോഷിബാൽ ചേരുകയാണ്. റോഷിബാൽ, യഥാർത്ഥത്തിൽ മണിക്കൂറുകളാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. നിർണായകമായ, കേരളം അത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസിന്റെ വിധി പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. ആ വിധി വരുമ്പോൾ എന്തൊക്കെ ഇക്കാലത്തിനിടയ്ക്ക് ആ വിധിയിലേക്ക് എത്താൻ നിർണായകമായി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിലവിൽ എന്തൊക്കെ വിശദാംശങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാനുണ്ട്? റോഷ്നി, തിങ്കളാഴ്ച രാവിലെയാണ് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടിയാക്രമിച്ച കേസിന്റെ വിധി പറയുക. നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കണ്ടെത്തലുകൾ പ്രധാനപ്പെട്ട പലതും ഇപ്പോൾ പുറത്ത് വലിയ ചർച്ചയാണ്. നമുക്കറിയാം, 2021 ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലാണ് ഈ കേസിൽ വഴിത്തിരിവായത്. നടൻ ദിലീപും കൃത്യം നിർവഹിച്ച പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം കൃത്യമായി കണ്ടെത്താൻ പോലീസിന് സാധിച്ചത് ആ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ TV പുറത്തുവിട്ട ആ തെളിവാണ്. പിന്നീട് നിരവധി ഓഡിയോ സന്ദേശങ്ങളും മറ്റ് രേഖകളടക്കം റിപ്പോർട്ടർ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ മഞ്ജു വാര്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയുടെ വിശദാംശങ്ങൾ വരുമ്പോൾ നേരത്തെ തന്നെ ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് പൂർവ്വവൈരാഗ്യമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ആ മൊഴി. നേരത്തെ ഈ മഞ്ജു വാര്യരുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നം, ഇതിൽ ദിലീപും കാവ്യയും തമ്മിലുള്ള ആ ബന്ധം അത് കണ്ടെത്തിയത് അത് മഞ്ജു വാര്യരാണ്. ആ മഞ്ജു വാര്യരെ അത് അറിയിച്ചത് ആക്രമിക്കപ്പെട്ട നടിയാണെന്ന് ദിലീപ് തെറ്റിദ്ധരിച്ചു എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. അങ്ങനെ പൂർവ്വവൈരാഗ്യം മനസ്സിൽ വെച്ചു. പക്ഷേ ദിലീപിന്റെ മൊബൈലിലാണ് അങ്ങനെ ഒരു ബന്ധം കണ്ടെത്തിയതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ സിനിമ പോലും ഇല്ലാതാക്കി അങ്ങനെ ആ പൂർവ്വവൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടന്നു എന്നതാണ്. 410-ാം നമ്പർ മുറി അബാദ് പ്ലാസയിൽ വെച്ചാണ് പ്രധാനപ്പെട്ട ഗൂഢാലോചന പൾസർ സുനിയുമായി ദിലീപ് നടത്തുന്നത്. അത് അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചായിരുന്നു. പിന്നീട് തൃശൂരിൽ ടെന്നീസ് ക്ലബിൽ വെച്ച് പൾസർ സുനിയുമായി ദിലീപ് കൂടിക്കാഴ്ച നടത്തുന്നത് വാസുദേവൻ എന്ന സാക്ഷി കണ്ടിരുന്നു. അങ്ങനെ പലയിടങ്ങളിലായി പൾസർ സുനി കൂടിക്കാഴ്ച നടത്തി. ഒടുവിൽ 2016 ഡിസംബർ 25-ന് പത്മസരോവരത്തിൽ ദിലീപിന്റെ വസതി ആലുവയിലേത് അവിടെ എത്തിയ ഈ പൾസർ സുനി ദിലീപിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് പ്രധാന മൊഴി. ബാലചന്ദ്രകുമാറാണ് അങ്ങനെ ഒരു മൊഴി നൽകിയത്. അത് പോലീസ് സ്ഥിരീകരിച്ചു. അന്ന് അവിടെ ബാലചന്ദ്രകുമാറും ദിലീപും ഒപ്പം പൾസർ സുനിയും ഉണ്ടായിരുന്നുവെന്ന ടവർ ലൊക്കേഷൻ പരിശോധനയിൽ CDR-ലൂടെ അത് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ പ്രധാനപ്പെട്ട പല തെളിവുകളും എല്ലാം ദിലീപിനെ കുരുക്കുന്നതാണ്. കാരണം കുറ്റകൃത്യത്തിൽ നേരിട്ട് ആ ഗൂഢാലോചനയുടെ സൂത്രധാരനായി ദിലീപ് ഉണ്ടെന്ന് അന്വേഷണ സംഘം കൃത്യമായി കണ്ടെത്തി. അതിന് നിരവധി തെളിവുകൾ, ആ തെളിവുകൾ വന്നതോടെയാണ് രക്ഷപ്പെടാൻ സാക്ഷികളെ മൊഴിമാറ്റുന്നു, കേസ് അട്ടിമറിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിടിക്കുന്നു. അങ്ങനെ എന്തൊക്കെ നീക്കങ്ങളാണ് കഴിഞ്ഞ 8.5 വർഷക്കാലം കേരളം കണ്ടത്. ഒരുപക്ഷെ സുപ്രീം കോടതി വരെ എത്തിയ നിയമ പോരാട്ടം, ഹൈക്കോടതിയിലടക്കം നിരവധി ഹർജികൾ ഇങ്ങനെ നൽകിക്കൊണ്ട് കേസ് വിചാരണ നടപടികൾ നീട്ടാനുള്ള ശ്രമം നടത്തിയെന്ന നേരത്തെ സർക്കാരും അത് സുപ്രീം കോടതിയെ ധരിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള 8.5 വർഷത്തെ അതിജീവിതയുടെ പോരാട്ടത്തിനൊടുവിലാണ് തിങ്കളാഴ്ച ഈ കേസിന്റെ വിധി പറയുന്നത്. കേരളമാകെ കാത്തിരിക്കുന്നു അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ. റോഷിബാൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായി ഇത്തരം ഒരു കേസ് ഉണ്ടായിട്ടുള്ളൂ. ഇതുപോലെ ഒരു പോരാട്ടം, അത് അതിജീവിതയുടെ ഭാഗത്തുനിന്ന്. നമുക്കറിയാം, നിർണായകമായ ഓരോ വെളിപ്പെടുത്തലുകളും റോഷിബാൽ തന്നെ റിപ്പോർട്ടറിലൂടെ പുറത്ത് ജനം കേട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ബാലചന്ദ്രകുമാറിന്റെ നിർണായകമായ വെളിപ്പെടുത്തലൊക്കെ കേരളം കേട്ടത് റിപ്പോർട്ടറിലൂടെയാണ്. അപ്പോൾ ഈ 8 വർഷക്കാലത്തിലേറെ ഉണ്ടായ ആ ഒരു പോരാട്ടത്തിൽ അതിജീവിതയോടൊപ്പം നിലയുറച്ചു നിന്ന ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഈ കേസിന്റെ നാൾവഴികൾ ഓരോന്നും നമ്മൾ അത്രത്തോളം ആകാംക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. നാളെ വിധി വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഈ അതിജീവിതയുടെ പോരാട്ടം അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ? റോഷ്നി, അത് ഈ കേസിനെ തന്നെ 2 ഘട്ടമായി നമ്മൾ വിഭജിക്കേണ്ടി വരും. കാരണം 2021 ഡിസംബർ 25 അത് ബാലചന്ദ്രകുമാറിന്റെ അഭിമുഖം റിപ്പോർട്ടർ പുറത്തുവിട്ട ദിവസമാണ്. അതിനു മുമ്പുള്ള അതിജീവിത, ആ അതിജീവിത 2017 ഫെബ്രുവരി 17 അവൾക്ക് നേരെയുണ്ടായ ക്രൂര പീഡനത്തിന് പിന്നാലെ മലയാള സിനിമയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് മറ്റൊരിടത്ത് അഭയം പ്രാപിക്കുകയായിരുന്നു. അവൾ ഇരുട്ടുമുറിയിൽ കഴിഞ്ഞു. തന്റെ മുഖം ആരും കാണേണ്ടതില്ല, അത്രയും വലിയ മാനസികാഘാതമായിരുന്നു.
ഒടുവിൽ 2021 ബാലേന്ദ്രകുമാറിന്റെ ആ വെളിപ്പെടുത്തൽ വരുന്നു, തുടരന്വേഷണം വരുന്നു. തുടർച്ചയായി റിപ്പോർട്ടർ TV നടത്തിയ അന്വേഷണങ്ങളിൽ നിരവധി തെളിവുകൾ, ദിലീപിന്റെ പങ്കാളിത്തം, ഇതിലെ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് പോലീസിന്റെ സഹായിക്കുന്ന തരത്തിലുള്ള നിരവധി തെളിവുകൾ വന്നതോടെ വലിയ പിന്തുണ അതിജീവിതയ്ക്ക് ലഭിച്ചു. അങ്ങനെ പിന്തുണ ലഭിച്ച അതിജീവിത ആത്മാഭിമാനത്തോടെ താൻ ഇനി ഇരയല്ല അതിജീവിതയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. പ്രഖ്യാപനത്തിന് നൽകിയ ആ ഓൺലൈനിൽ വന്ന അഭിമുഖത്തിലാണ് ആ പ്രഖ്യാപനം നടത്തിയത്. അത് ഈ തരത്തിൽ പീഡനങ്ങൾ അനുഭവിച്ച പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു. അങ്ങനെ പിന്നീട് മലയാള സിനിമയിലേക്ക് ആ കുട്ടി തിരിച്ചു വരികയായിരുന്നു. എല്ലാം അതിജീവിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ കേരളമാകെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ പോരാട്ടം അത് പലതവണ ഹൈക്കോടതിയിൽ ഹർജികൾ നൽകുന്നു, തനിക്ക് നീതി വേണം. പിന്നീട് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പോലും ചോർത്തപ്പെട്ടു എന്ന് സംശയിക്കുന്ന രീതിയിൽ അനധികൃതമായി മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലുമൊക്കെ ഈ മെമ്മറി കാർഡ്, ഏറ്റവും പ്രധാന തെളിവായ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു എന്ന വിവരവും പോലും റിപ്പോർട്ടർ പുറത്തുവിട്ടപ്പോൾ അന്ന് വല്ലാത്ത മാനസികാവസ്ഥയിൽ ആ പെൺകുട്ടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനടക്കം ഒരു ദയാഹർജി സമാനമായ നിവേദനം നൽകി. തന്റെ ജീവിതം അപകടത്തിലാണ്, ദൃശ്യങ്ങൾ പുറത്തുവരുമെന്ന് കേണപേക്ഷയായിരുന്നു. മുഖ്യമന്ത്രിയെ കാണുന്നു, ഹൈക്കോടതിയിൽ സമീപിക്കുന്നു. അങ്ങനെ പലതവണ പലയിടങ്ങളിലും മുട്ടി നീതിക്ക് വേണ്ടിയുള്ള ആ പോരാട്ടം. ഇപ്പോഴും പക്ഷേ ആ മെമ്മറി കാർഡിൽ ആരാണ് ഗൂഢാലോചന, ആ ദൃശ്യങ്ങൾ പുറത്തുപോയോ, ആർക്കു വേണ്ടിയാണ് ആ ഗൂഢാലോചന എന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത, അതിൽ ഇപ്പോഴും നീതി ആ പെൺകുട്ടിക്ക് ലഭിച്ചിട്ടില്ല. ആ പോരാട്ടം ഇപ്പോഴും പെൺകുട്ടി തുടരുന്നുണ്ട്. ഏതായാലും തിങ്കളാഴ്ചത്തെ വിധി അതുകൊണ്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഇങ്ങനെ നടത്തിയ ഒരു ഒറ്റയാൾ പോരാട്ടം, ആ പോരാട്ടത്തിനൊപ്പം റിപ്പോർട്ടർ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ, അതിൽ റിപ്പോർട്ടർ, മറ്റു ചില മാധ്യമ സ്ഥാപനങ്ങൾ, അതിൽ ബാലേന്ദ്രകുമാർ പറഞ്ഞത് ചില മാധ്യമ സ്ഥാപനങ്ങളെ സമീപിച്ചപ്പോൾ തെളിവുകൾ ശേഖരിച്ച് പ്രതിക്ക് വിൽപ്പന നടത്തിയെന്ന ആരോപണം ബാലേന്ദ്രകുമാർ ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. അത് ആരും നിഷേധിച്ചിട്ടില്ല. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ, പുറത്തു വരാത്ത നിരവധി സംഭവങ്ങൾ, സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ, ഭീഷണി, ബാലേന്ദ്രകുമാർ എന്ന സാക്ഷിയുടെ വിശ്വാസ്യത തകർക്കാൻ ഒരു ഘട്ടത്തിൽ വ്യാജ ബലാത്സംഗ കേസ് കെട്ടിച്ചമച്ചു. അത് പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ അത് വ്യാജമാണെന്നും അങ്ങനെ ഒരു ഇര പോലുമില്ലെന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എന്തൊക്കെ നാടകീയമായ സംഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു എന്നത് പ്രധാനമാണ്. അങ്ങനെ ഒടുവിൽ 8.5 വർഷം, ഒരുപക്ഷെ ഇത്രയും വലിയൊരു കാലയളവ് ഒരു പീഡന കേസിന് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ചുരുക്കമായിരിക്കാം. മാത്രവുമല്ല, രാജ്യത്തെ ആദ്യത്തെ ബലാത്സംഗ കൊട്ടേഷൻ, ഇന്നുവരെ ചരിത്രം രേഖപ്പെടുത്താത്ത ഒരു ക്രിമിനൽ കുറ്റകൃത്യം, അതിന് നേതൃത്വം നൽകിയതാകട്ടെ ഒരു സഹപ്രവർത്തകനായ സിനിമാ നടൻ എന്ന് പോലീസിന്റെ കണ്ടെത്തലും. ഏതായാലും നാളത്തെ കോടതി വിധിയാണ് ഏറ്റവും പ്രധാനം. ആ കോടതി വിധിയിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയാണ് പൊതുസമൂഹത്തിനുള്ളത്. റോഷിനി.